പബ്ജി അക്കൗണ്ടിൽ ഇത് പറഞ്ഞിട്ട് വേസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടായിരുന്നോ? എടാ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ നിന്റെ അടുത്ത്. എടാ അതാ ഞാൻ പറഞ്ഞു, ഇവർക്കൊക്കെ ഈ 2 മാസത്തെ കണക്കേ അറിയത്തുള്ളൂ. എടാ ജോക്കി കേരളത്തിലെ ഫസ്റ്റ് മിത്തിക് ഫാഷൻ ആണ്. ഞാനൊരു എക്സാമ്പിൾ പറയാം. പുള്ളി ഈ ഗെയിം നിർത്തിയിട്ട് 4.5 വർഷം എന്തോ ആവുന്നു. ഈ 4 വർഷം പുള്ളി അക്കൗണ്ട് കളിച്ചിരുന്നെങ്കിൽ, അതായത് ഈ കഴിഞ്ഞ വർഷം വരെ ബ്ലൈൻഡ് ഇ സ്പോർട്സ് ഉണ്ടായിരുന്ന വരെ പുള്ളി ഈ അക്കൗണ്ട് പബ്ജിക്കകത്ത് പുള്ളി കളിച്ചുകൊണ്ടിരിക്കുവായിരുന്നെങ്കിൽ ആ അക്കൗണ്ടിന്റെ വേർത്ത് ഇവിടെ ഒരുത്തിന് കണക്ക് കൂട്ടാൻ പോലും പറ്റൂലായിരുന്നു. മനസ്സിലായ? അത്രയും പൊട്ടിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. പിന്നെ വെറും ഒരു സ്കിന്ന് നോക്കിയിട്ടല്ലല്ലോടാ നമ്മൾ ഈ പബ്ജി അക്കൗണ്ടിന്റെ വെർത്ത് പറയണേ. അതായത് ഞാനിപ്പോ എക്സാമ്പിൾ പറയാം. ചില ആൾക്കാർക്ക് 5,000 രൂപ അല്ലെ 10,000 രൂപ കൊടുത്താൽ ചിലപ്പോൾ ഗ്ലേസിയർ കിട്ടും, ചിലപ്പോൾ 15,000 രൂപ കൊടുത്താൽ കിട്ടും. ജോക്കിക്ക് ഒട്ടും ലക്കില്ലാതിരുന്നൊരു സമയമുണ്ട്. ഒരു സിംഗിൾ ഗണ്ണിന് എത്ര ജോക്കി പൊട്ടിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. അതെനിക്ക് പബ്ലിക്കായിട്ട് വിളിച്ചു പറയേണ്ട ആവശ്യമില്ല. ഇപ്പം ഒരു സിംഗിൾ സ്കിന്നിന് ജോക്കി ആ അക്കൗണ്ടിൽ ജോക്കിക്ക് ഒട്ടും ലക്കില്ലായിരുന്നു. ആ ഒരു സ്കിന്നിൽ ഞാൻ പറയാം, പുള്ളിക്ക് അത് നല്ലതായിട്ട് വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ ആ സ്കിന്നിൽ ജോക്കിക്ക് ഒട്ടും ലക്കില്ലായിരുന്നു. അത് കറക്കാൻ വേണ്ടി മാത്രം എത്ര പൊട്ടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അത് അത് ചിലപ്പോൾ പറയാൻ പോലും പറ്റത്തില്ല. 60,000 ഗൈസ്, ഞാൻ ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയാം. 60,000ത്തിന്റെ ഒരു 10 ടൈംസിന് മുകളിലുണ്ടാവും. 60,000 ഒന്നും അല്ല, 60,000. എനിക്കറിയാം ഈ സാധനത്തിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു, എത്ര പുള്ളി അക്കൗണ്ടിൽ എത്ര പൊട്ടിച്ചിട്ടുണ്ടെന്ന്. ജോക്കിയുടെ അക്കൗണ്ട് ഗൈസ്, ചില ആൾക്കാർക്ക് അങ്ങനെയാ ഗൈസ്. എത്ര പൈസ മുടക്കിയാലും ചില ആൾക്കാർക്ക് ചില സ്കിന്ന് കിട്ടത്തില്ല. സ്കൗട്ടിന് എത്ര രൂപയ്ക്കാണ് നിങ്ങൾ മറ്റേ ഇത് കിട്ടിയെന്നാ നിങ്ങളുടെ വിചാരം? ഗ്ലേസിയർ ഒന്ന് ജസ്റ്റ് യൂട്യൂബ് അടിച്ച് നോക്കിയേ. സ്കൗട്ടിന് എത്ര രൂപയ്ക്കാണ് ഗ്ലേസിയർ സ്കൗട്ട് മാക്സ് ആക്കി അപ്പാക്കി എടുത്തതെന്ന്. പാണ്ടെന്ന് പറയണ പാണ്ട എത്ര ലക്ഷം രൂപ പൊട്ടിച്ചത് ഒരു ഗ്ലേസിയറിന് വേണ്ടി. അതേപോലെ ജോക്കിക്ക് ലക്ക് ഇല്ലാതിരുന്ന ഒരു സ്കിൻ ഉണ്ടായിരുന്നു. ആ സ്കിന്നിന് വേണ്ടി എത്ര പൊട്ടിച്ചെന്ന് എനിക്കറിയാം. അതിന് ഞാൻ ഈ പറഞ്ഞതിന് മുകളിലാ. അപ്പൊ അത് വെച്ച് നോക്കുകയാണെങ്കിൽ ജോക്കി അന്ന് കളിച്ചിടം തൊട്ട് ഇവിടെ വരെ ഇപ്പൊ ഈ 4 വർഷം കൂടെ ആ ഗെയിം കളിച്ചിരുന്നെങ്കിൽ ഈ പറയണത് പോലത്തെ ഇതൊന്നും ഉണ്ടാവില്ല. പിന്നെ ഫൈനാൻഷ്യൽ ബാക്കപ്പ് പറയാനാണെങ്കിൽ നമുക്ക് വേറെ കുറെ കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. പിന്നെ അതൊന്നും പറയാൻ ഇനി പറഞ്ഞ് ജയിക്കേണ്ട താല്പര്യം ഇല്ല. സത്യം പറഞ്ഞാൽ ഇപ്പൊ അങ്ങനെ ഒരു താല്പര്യം ഇല്ല. അപ്പൊ അതൊക്കെ വിട്. പറയാനുള്ള കാര്യങ്ങൾ ഇനി ആരാണേലും ആരുടെ മുഖത്ത് നോക്കിയാണെങ്കിലും ഞാൻ പറയും. പിന്നെ എനിക്ക് ഈ ഒരു സാഹചര്യത്തിൽ വേറൊരു കാര്യം കൂടെ പറയാനുണ്ട് ഗൈസ്. ഇതൊന്നും ആരും BGM ഇട്ട് ഇതും നമ്മുടെ സൈഡിൽ നിന്ന് പോസ്റ്റ് ചെയ്തിട്ടില്ല. പക്ഷെ എനിക്കറിയാം ജോക്കി ഒരു ദിവസം ചാരിറ്റിക്ക് വേണ്ടിയിട്ട് ഒരു ദിവസം എൻ്റെ അടുത്ത് ജോക്കി രാത്രി വന്നിട്ട് വിളിച്ചിട്ട് പറയാ, എന്താ അവന്റെ അമ്മയുടെ ഓപ്പറേഷനാ എന്തോ ഒരു ട്രീറ്റ്മെന്റിന്റെ ഓപ്പറേഷൻ എന്തോ ആയിരുന്നു. രാത്രി ആയപ്പോ ജോക്കി ഓൾറെഡി, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, ജോക്കിയുടെ അച്ഛൻ ഓൾറെഡി മരിച്ചു പോയതാണ്. അപ്പം ജോക്കിക്ക് അതിൻ്റെതായിട്ടുള്ള കുറെ അൺകംഫർട്ട് സോൺ ഉണ്ട്. മനസ്സിലായോ? അതായത് ഈ പറയണത് പോലെ പേരന്റൽ കെയർ അല്ലെ പേരന്റൽ സ്നേഹം എന്ന് പറയുന്ന സാധനത്തിനോട് ജോക്കിക്ക് ഭയങ്കര അറ്റാച്ച്ഡാ. ജോക്കി ഒരു ദിവസം ഈ പറയണത് പോലെ രാത്രിയിൽ എൻ്റെ അടുത്ത് വന്നിട്ട്, എടാ ഈ പയ്യൻ എന്നെ വിളിച്ച് ഭയങ്കര കരച്ചില്, അവന്റെ അമ്മയ്ക്ക് ഓപ്പറേഷൻ ആണ് എന്ന് പറഞ്ഞിട്ട് ഇതാക്കി. ജോക്കി എനിക്ക് തോന്നുന്നു അറൗണ്ട് ഒരു 2 ദിവസമായിട്ട് പുള്ളിക്കാരിക്ക് അയച്ചു കൊടുത്തത് 4 ലക്ഷം രൂപ എന്തോ ആണ്. 4.5 ലക്ഷം. എനിക്ക് രാത്രിയിൽ വന്നിട്ട് ഈ സ്ക്രീൻഷോട്ട് അയച്ച് പുള്ളിക്കാരിക്ക് കൊടുത്തിട്ട് എനിക്ക് സ്ക്രീൻഷോട്ട് അയച്ചിട്ട് എൻ്റെ അടുത്ത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, എൻ്റെ അടുത്ത് മാത്രം. ഇതെന്താ സീരിയലാടാ? നിനക്കൊക്കെ നിനക്കൊക്കെ ഇത്രയേ ഉള്ളൂ. കമ്മ്യൂണിറ്റിയുടെ കണക്ക് പറയുന്നവന്മാരുടെ അടുത്താ പറയണ്ടേ. ഇതൊക്കെ കമ്മ്യൂണിറ്റിയിലുള്ള പിള്ളേർക്ക് വേണ്ടി ചെയ്തിട്ടുള്ള കാര്യമാണ്. ഈ കമ്മ്യൂണിറ്റിയിൽ ലൈവ് കാണുന്നതും ലൈവ് ഇതാക്കിയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. ജോക്കി ഇത് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, എനിക്കിത് അറിയുകയും ചെയ്യുന്ന ആൾക്കാരാ. ഈ ലൈവ് കാണുന്നുണ്ടാവും ആ പുള്ളി. ജോക്കിയുടെ അടുത്ത് ഈ ഇടയ്ക്ക് പോലും ജോക്കിയുടെ വാലറിന്റെ സ്ട്രീംസ് കാണുന്നവർക്കറിയാം, ജോക്കിയുടെ ലൈവ് വന്നിട്ട് ആ ചെക്കൻ ഈ ഇടയ്ക്ക് താങ്ക് യു പറഞ്ഞായിരുന്നു. എൻ്റെ അമ്മ ഇപ്പൊ ജീവിച്ചിരിക്കുന്നതിന്റെ മെയിൻ കാരണം പോലും ജോക്കിയാണ് എന്നുള്ള രീതിയിൽ വന്ന് പറഞ്ഞായിരുന്നു. എടാ ഈ കണക്കുകളൊക്കെ മറ്റേ BGM ഇട്ട് ബോധിപ്പിക്കാനാണെങ്കിൽ കുറെ ഉണ്ട് ബ്രോ. അത് നമുക്ക് ഈ പറയണത് പോലെ അങ്ങനെ ഓരോന്നായിട്ട് എടുത്തു പറയാനില്ല. ഇത് അപ്പുറത്തുള്ളവർ ചെയ്യുന്നില്ല എന്നല്ല, അന്ന് ഇവിടുത്തെ ആൾക്കാരും അത്രയ്ക്ക് കമ്മ്യൂണിറ്റിയിലൊന്നും ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞ് മറ്റേ ഇതാക്കണ കേട്ടോണ്ടിരിക്കാൻ പറ്റത്തില്ല.
അവന് കളിക്കാൻ മാസാണോ? അവന് കൊച്ചു ടി വി ഇഷ്ടപ്പെടത്തുള്ളൂ ഇങ്ങനത്തെ ആരെങ്കിലും ഇഷ്ടപ്പെടും സീരിയൽ ഇഷ്ടമല്ല. എടാ നീ ഒരു കാര്യം ചെയ്യും, ഇതൊക്കെ ഇങ്ങനെ നിനക്ക് മാസമായിട്ട് ഫീൽ ചെയ്യണത് മറ്റേ ഹീമാൻ മറ്റേ തീയിട്ട് പറന്നു വരുന്ന ജട്ടി പൊക്കി കാണിക്കുമ്പോൾ നിനക്കത് മാസമായിട്ട് തോന്നും. ഇതൊക്കെയാണ് റിയൽ ലൈഫ് സേവിയേഴ്സ് എന്ന് പറയണം, മനസ്സിലായി? അതൊക്കെ നിനക്ക് കുറച്ചുകൂടെ കഴിയുമ്പോൾ നിനക്ക് അങ്ങനെ ഒരു ഫൈനാൻഷ്യൽ നീഡ് ജീവിതത്തിൽ ആവശ്യം വരുന്ന സമയത്തെ ഇതുപോലെ സഹായിച്ച ആൾക്കാരോടുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും ഒക്കെ മനസ്സിലാകത്തുള്ളൂ. മനുഷ്യന്മാരാ, എല്ലാവർക്കും ഈ പറയണത് പോലെ അസുഖങ്ങളും അതും ഇതും എല്ലാം വരാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അന്നേരം മനസ്സിലാവും നമുക്ക് ഈ ഫൈനാൻഷ്യൽ ബാക്കപ്പിന്റെ അതിന്റെയൊക്കെ ഇമ്പോർട്ടൻസ് എന്താണെന്ന്. മനസ്സിലായി? അത്രേ പറയാനുള്ളൂ. അപ്പൊ ഇത് മാസമായിട്ടോ നിനക്കൊക്കെ എന്തോ ആയിട്ടോ വേണേ എടുക്കാം. അപ്പോ ഒന്നും ചെയ്യാതെ കമ്മ്യൂണിറ്റിയിൽ ഒന്നും ചെയ്യത്തില്ല അതില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവന്മാരുടെ ഒക്കെ ആ ഒരു സമയം ആവുമ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യം ജസ്റ്റ് ബേസിക് ആയിട്ട് ഒരു ഓർമ്മ വരും. അണ്ണ ഫേസ് ആണെങ്കിൽ എനിക്ക് ഹാപ്പി ആവണം പ്ലീസ്. ഗൈസ് ബുള്ളോപ്പിയുടെ ഒന്നും കാര്യം പറയല്ലേ ഗൈസ്, അതൊന്നും ഇവിടെ എടുത്തിടല്ലേ ഗൈസ്, ദയവ് ചെയ്ത്. നമ്മൾ അത്രയ്ക്ക് ചെറ്റകളാവാൻ പാടില്ല ഗൈസ്, സത്യമായിട്ട് ഞാൻ പറയാം. അതൊന്നും ചാറ്റിൽ പറയല്ലേ, അതൊന്നും ഇവർക്ക് അറിഞ്ഞുകൂടായിരിക്കും. അതൊക്കെ നമ്മൾ എന്തിനാണ് എടുത്തു വെച്ച് പറയണേ ഗൈസ്? അത് പറയരുത്. ഇതിനു മുമ്പ് വേറൊരു സിറ്റിയിൽ ബുള്ളോപ്പിയുടെ പേര് ഡ്രാഗ് ആയതാണ് ഒരു സിറ്റുവേഷനിൽ. ഞാൻ അവനെ വിളിച്ച് അന്ന് പറഞ്ഞതാണ്, ടിവിയുടെ സൈഡിൽ നിന്ന് അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇതെല്ലാം ടിവിയുടെ. ഇതൊന്നും നമ്മൾ അവന്മാരുടെ അടുത്ത് ബോധിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ദയവ് ചെയ്ത് ചാറ്റിൽ ഇതൊന്നും സ്പാം ചെയ്യല്ലേ ദയവ് ചെയ്ത്, അതൊന്നും പറയണ്ട. അവരും നമ്മൾ തമ്മിലുള്ള വ്യത്യാസം ഇല്ലാതായി പോകും, മനസ്സിലായി? അതൊന്നും പറയണ്ട, ഇതൊന്നും ആരെയും ബോധിപ്പിക്കണ്ട. നമുക്ക് പേഴ്സണൽ ഗ്രഡ്ജ് ആണെന്ന് അങ്ങ് വിശ്വസിച്ചോട്ടെ. നമ്മൾ ഹെയ്റ്റ് സ്പ്രെഡേഴ്സ് ആണ്, നമ്മൾ ടോക്സിക് ആണ്, അങ്ങനെ വിശ്വസിച്ചോട്ടെ. അയ്യോ നമ്മള് പ്രീവാർ കണ്ണാപ്പി ഡൗൺ ആവുന്ന വീഡിയോ ഒരു 5 പ്രാവശ്യമെങ്കിലും കണ്ട്. നവനീത് ബ്രോ, ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞില്ലേ ബ്രോ, നിങ്ങൾക്കത് താല്പര്യമില്ല, കാണാൻ പോവാതിരിക്കും ബ്രോ. നമ്മളിപ്പോ എന്താ ചെയ്യേണ്ടത്? നമ്മളിപ്പോ പുള്ളിക്കാരിയെ പറ്റി ഇവിടെ ഇരുന്ന് ഇത് നെഗറ്റീവ് പറയണോ ബ്രോ? പേഴ്സണൽ ചോയ്സ്, ആരെ ഇഷ്ടപ്പെടണമെന്നും ആരുടെ വീഡിയോ കാണണമെന്നും നിങ്ങളത് വിട്ടേ. നിങ്ങളത് പിന്നെയും വിടും. നിങ്ങൾക്ക് കാണാൻ താല്പര്യമില്ലെങ്കിൽ, നിങ്ങൾക്ക് ടി വി ആണ് ഇഷ്ടമെങ്കിൽ, പുള്ളിക്കാരി വേറെന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ അത് അവർ ചെയ്തോട്ടെ. എന്തിനാണ് അവരെ പോയി ഇതാക്കണ്ടേ? നമുക്കതിന്റെ ആവശ്യമില്ല. ചില്ലാവ്. നമുക്ക് ഇടാൻ, നമുക്ക് സിറ്റി നമുക്ക് ഇവിടെ ഞാനതാ പറഞ്ഞേ. ഞാനല്ല ഈ മെസ്സിനുള്ള മറുപടിയേ ചിലപ്പോ ഇവന്മാര് ചിലപ്പോ ഇന്ന് ഇവന്മാര് ഫ്രഷ് ആയിട്ട് അടിച്ചുകൊണ്ട് നാളെ ചിലപ്പോ എനിക്കായ ഒരു ഇതുണ്ടാവൂലടാ. അതുകൊണ്ട് ഇന്ന് പറയാനുള്ള കാര്യങ്ങളൊക്കെ ഇന്നങ്ങ് പറഞ്ഞു തീർക്കാന്ന് വിചാരിച്ചാ, മനസ്സിലായ? അത്രേ ഉള്ളൂ.